ഹായ് ഫ്രണ്ട്സ്, ഓണമൊക്കെ കഴിഞ്ഞിട്ട് കുറച്ചധികം ദിവസങ്ങളായില്ലേ. ക്രിസ്മസ് ഇങ്ങ് എടുക്കുകയും ചെയ്തു. പക്ഷെ നമ്മൾ ഓണത്തിന് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്ന ഒരു ഗീവ് അവേ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ആ ഒരു വീക്കിലി വിന്നറെയൊക്കെ നമ്മൾ ഇതിനു മുമ്പ് തന്നെ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓണത്തിനോടനുബന്ധിച്ച് ഓണം കഴിഞ്ഞിട്ടുള്ള ദിവസങ്ങളിൽ നമ്മൾ നമ്മുടെ ഗീവ് അവേ ബമ്പർ വിന്നറെ സെലക്ട് ചെയ്യുന്നതൊക്കെ പറഞ്ഞിരുന്നു. നമ്മുടെ ഓണം ബമ്പർ പോലെ തന്നെ കുറച്ച് ദിവസം കൂടെ നീട്ടി വെക്കേണ്ടി വന്നു. അപ്പോൾ ആദ്യം ഒരു സോറിയൊക്കെ പറഞ്ഞേക്കാം. അപ്പോൾ എന്തായാലും നമ്മൾ ഓണത്തിന് 2 ബമ്പർ വിന്നേഴ്സിനെ സെലക്ട് ചെയ്യുമെന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അവർക്ക് നമ്മുടെ അടുത്തുനിന്ന് 10,000 റുപ്പീസിൻ്റെ പർച്ചേസ് നടത്താവുന്നതാണ്. അപ്പോൾ 2 ബമ്പർ വിന്നർ ഒന്ന് നമ്മുടെ ഓൺലൈൻ കസ്റ്റമേഴ്സിൽ നിന്നായിരിക്കും. ഓൺലൈൻ ആയിട്ട് നമ്മുടെ വീഡിയോസ് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്തവരിൽ നിന്നും പർച്ചേസ് ചെയ്തവരിൽ നിന്നും ഒന്ന് നമ്മുടെ ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ളവരിൽ നിന്ന്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഓണം ബമ്പറെ നമ്മൾ സെലക്ട് ചെയ്യുന്നതാണ് ഓൺലൈൻ കസ്റ്റമേഴ്സിൽ നിന്നുള്ള കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഓൺലൈൻ കസ്റ്റമേഴ്സ് ഒത്തിരി അധികം നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഇനി മുന്നോട്ട് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. അതുപോലെ ഓഫ്ലൈൻ കസ്റ്റമേഴ്സും ഉണ്ട് കേട്ടോ, അവരെയും മറക്കുന്നൊന്നുമില്ല. അപ്പോൾ അവർ ഓഫ്ലൈൻ കസ്റ്റമേഴ്സ് നമ്മുടെ അടുത്ത ഭാഗങ്ങളിലൊക്കെ ഉള്ളവരായതുകൊണ്ട് ഒന്നുകൂടെ 2 ദിവസം കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യാട്ടോ. നിങ്ങളുടെ വിന്നർ നമ്മൾ അനൗൺസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് നമ്മുടെ ഓൺലൈൻ കസ്റ്റമറെ നമ്മൾ ഓൺലൈൻ വിന്നറെ സെലക്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു നമ്മുടെ ഓണം തുടങ്ങിയ സമയത്ത് ഓണത്തിന് ഒരു 1 മന്ത് ബിഫോർ ആയിട്ട് നമ്മൾ നമ്മുടെ ഓണം കളക്ഷൻസ് ഒക്കെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ അടുത്തുനിന്ന് പർച്ചേസ് ചെയ്യും. അതുപോലെ നമ്മുടെ വീഡിയോസ് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ അതൊക്കെ ചെയ്ത കസ്റ്റമേഴ്സിൽ നിന്നുള്ള വിന്നറെയാണ് ഇന്ന് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വീക്കിലിയും വിന്നറെ സെലക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. പലരും വിന്നർ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊക്കെ നമ്മൾ 1,000 റുപ്പീസിൻ്റെ പർച്ചേസും അതുപോലെ തന്നെ നമ്മുടെ സെമി ജൂട്ട് സിൽക്ക് സാരീസൊക്കെ ചെയ്തപ്പോൾ അതിൽ നിന്ന് 2-3 വിന്നേഴ്സിനെ ഒക്കെ അങ്ങനെയായിട്ട് നമ്മൾ ഓണം അടിപൊളി ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നെന്ന് പറഞ്ഞിട്ടുണ്ടൊരു മെഗാ ബമ്പർ വിന്നറാട്ടോ. നമ്മുടെ ഓണം കളക്ഷൻ ഓണക്കോടി എന്നൊക്കെ ഓണ സമ്മാനമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. അപ്പോൾ വലിയൊരു സമ്മാനം തന്നെയാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വിന്നർ നമുക്ക് ആരാണെന്ന് നോക്കാം, കിടക്കാൻ പറ്റുന്ന രീതിക്ക്. പിന്നെ നിങ്ങൾ പറഞ്ഞൊരു കാര്യമായിരുന്നു ഈ ഒരു പാത്രമൊക്കെ മാറ്റണത്. എന്തായാലും ക്രിസ്മസിന് നമ്മുടെ ഗീവ് അവേ ഒക്കെ വരുമ്പോഴത്തേനും എന്തായാലും പാത്രം മാറ്റിട്ടോ. ഇപ്രാവശ്യത്തേക്കൂടെ ഒന്നുകൂടെ ക്ഷമിക്കുക. ഞാൻ പറ്റുന്ന രീതിക്കൊക്കെ ഇളക്കിയിട്ടുണ്ട്. എത്ര ഇളക്കിയാലും ഭാഗ്യം ഒരാളെയാണല്ലോ തേടി വരിക. അപ്പോൾ നമുക്ക് ഇന്നത്തെ വിന്നർ ആരാണെന്ന് നോക്കാം. മഞ്ജു മാത്യു ആണ് നമ്മുടെ വിന്നർ ആയിരിക്കുന്നത്. കൺഗ്രാജുലേഷൻ മഞ്ജു മാഡം. മഞ്ജു മാഡത്തിന് നമ്മുടെ അടുത്ത് നിന്ന് 10,000 റുപ്പീസിൻ്റെ പർച്ചേസ് നടത്താവുന്നതാണ്. ഓൺലൈനായിട്ടോ അല്ല ഓഫ്ലൈനായിട്ടോ എങ്ങനെ വേണേലും പർച്ചേസ് ചെയ്യാം. അപ്പം മാഡത്തിന് ഒത്തിരി കൺഗ്രാജുലേഷൻ. പിന്നെ ഇനി നമ്മുടെ ഒരു സാധാ വീഡിയോ ഒക്കെ ആയിട്ടാട്ടോ ഇത് ഞാൻ വന്നിരിക്കുന്നത്. അപ്പം ഞാൻ ഇന്ന് വെയർ ചെയ്തിരിക്കുന്ന സാരി കണ്ടപ്പം നിങ്ങൾക്ക് കുറച്ച് ഫെമിലിയർ ഒക്കെ ആയിട്ടുണ്ടാകും, തോന്നിയിട്ടുണ്ടാകും. നമ്മുടെ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അതുപോലെ തന്നെ നമ്മുടെയൊക്കെ എല്ലാവരുടെയും പരിപാടിയാണ്. ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും ഫേസ്ബുക്ക് ഒക്കെ ആണെങ്കിലും ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് വിടുകയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പല സെലിബ്രിറ്റീസും ഈ ഒരു സാരിയൊക്കെ കൊടുത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. നല്ല അടിപൊളിയായിട്ടുള്ള കളക്ഷൻ ആട്ടോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം വീഡിയോ ചെയ്തിട്ട് എനിക്ക് തോന്നുന്നത് വിത്തിൻ അവേഴ്സ് നമുക്ക് സോൾഡ് ഔട്ട് ആയിട്ടുള്ളൊരു പ്രോഡക്റ്റാണ്. ക്രഷ്ഡ് ഓർഗൻസ ഫാബ്രിക്കിലേക്കാണ് ഇത് വന്നിരിക്കുന്നത്. അതിൽ തന്നെ എംബ്രോയ്ഡറി വർക്കും കട്ട് വർക്കും വരുന്നുണ്ട്. ക്രഷ്ഡ് ഫാബ്രിക് അല്ലെങ്കിൽ ഓർഗൻസ ഫാബ്രിക് എന്ന് പറയുമ്പോൾ നമുക്ക് പൊതുവേ ഉള്ളൊരു കൺസെപ്റ്റ് എന്ന് പറയും ഒതുങ്ങിയിരിക്കുകയല്ല, നമുക്ക് ഭയങ്കര വണ്ണം തോന്നും, അങ്ങനെയൊന്നും അല്ല കേട്ടോ. ഇത് പേഴ്സണലി ഡ്രൈപ്പ് ചെയ്തതിനിപ്പോൾ എനിക്ക് ഒത്തിരി കംഫർട്ടബിൾ ആയിട്ട് തോന്നി. നന്നായിട്ട് ഒതുങ്ങി. ഇപ്പം ഞാൻ ഡ്രൈപ്പ് ചെയ്ത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ഒരു ഞൊറിയൊക്കെ ആണെങ്കിലും നന്നായിട്ട് ഒതുങ്ങിയിരിക്കും. അതുപോലെ തന്നെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എംബ്രോയ്ഡറി വർക്ക്, ഒരു കോൺട്രാസ്റ്റ് ഗ്രീനും ബ്രൗണിൻ്റെ ഒക്കെ ഒരു കോമ്പിനേഷനിലേക്ക് എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ സൈഡ്സ് ഇതുപോലെ സ്കാലപ്പ് വർക്കും കട്ട് വർക്കും വെച്ച് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കട്ട് വർക്ക് വരുന്നുണ്ട്, എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട്. ഇനി അപ്കമിങ് ഒരു വെഡ്ഡിങ് സീസണ് നമുക്ക് കിഡിലെ ലുക്കിൽ വെയർ ചെയ്യാൻ പറ്റിയൊരു സാരിയാണ്. അപ്പോൾ ഇതിൻ്റെ നിങ്ങൾ ഈ ഒരു സാരി നമ്മൾ ഷോപ്പിലൊക്കെ പൊതുവെ പോയി അന്വേഷിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു പ്രൈസ് എന്ന് പറഞ്ഞാൽ 3,000 ആ ഒരു റേറ്റിലേക്കായിരിക്കും വരിക. അപ്പോൾ നമ്മളെല്ലാവർക്കും വാങ്ങാൻ പറ്റിയ പ്രൈസ് റേഞ്ചിലേക്കും കൊണ്ടുവന്നിട്ടുണ്ട്. 2,595 ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കുറച്ച് ലിമിറ്റഡ് പീസസ് ആയിരുന്നു കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഒത്തിരി എൻക്വയറി ഉള്ളതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ എനിക്ക് തോന്നുന്നൊരു 3-4 പാറ്റേൺ ഈ ഒരു സാരീസിൽ വരുന്നുണ്ട്. കളേഴ്സ് ഡിഫറെൻ്റ് ആയിരിക്കും. അതുപോലെ ഈ ഒരു കട്ട് വർക്കും എംബ്രോയ്ഡറി വർക്കിലും ഒക്കെ ചെറിയ ചെറിയ ഡിഫറൻസ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരേ ഒരു പാറ്റേണിന് വേണ്ടിയിട്ട് വാശി പിടിക്കരുത്. ചിലപ്പോൾ ആ ഒരു പ്രോഡക്റ്റ് സോൾഡ് ഔട്ട് ആയിട്ടുണ്ടാകാം. എങ്കിലും ഈ ഒരു കളേഴ്സിൽ നിങ്ങൾക്ക് പുതിയ ആ ഒരു കളക്ഷൻ കിട്ടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പല അടിപൊളിയായിട്ടുള്ള കളക്ഷൻസ് ആണ്. അതിൻ്റെ വെറൈറ്റി കളക്ഷൻസും കളേഴ്സും ഒക്കെ നമുക്ക് കണ്ടു തുടങ്ങാം കേട്ടോ. ഫസ്റ്റ് വൺ വന്നിരിക്കുന്നത് ഞാൻ വെയർ ചെയ്തിരിക്കുന്ന കളർ തന്നെയാണ്. ഇതെന്ന് പറഞ്ഞാൽ ഒരു ഗോൾഡൻ ടച്ചിലേക്കാണ് വന്നിരിക്കുന്നത്. ക്രഷ്ഡ് ഫാബ്രിക്കാണ്. ക്രഷ്ഡ് ഓർഗൻസ ഫാബ്രിക്കിലേക്ക് വരും. ഇതിൻ്റെ ബോഡി പോർഷനിൽ സ്കാറ്റേർഡ് ആയിട്ട് ഇതുപോലെ കുഞ്ഞു കുഞ്ഞ് ഫ്ലോറൽ എംബ്രോയ്ഡറി വർക്ക് വരും. 2 സൈഡിലേക്കും ഇതിലേക്ക് വരുമ്പോഴത്തേക്കും ക്രോസ് സ്റ്റിച്ച് എംബ്രോയ്ഡറി വർക്കാട്ടോ കൂടുതലായിട്ട് വന്നിരിക്കുന്നത്. കൂടെ കട്ട് വർക്ക് ഉണ്ട്, അതുപോലെ തന്നെ സ്കാലപ്പ് വർക്ക്. ഇത് ബോർഡേഴ്സിലേക്കും പല്ലു പോർഷനും ഈ ഒരു സെയിം വർക്ക് തന്നെയാണ്. പല്ലുവിലേക്ക് ഈ ഒരു ഔട്ട്ലുക്ക് ആട്ടോ വരിക. എല്ലാ സാരീസിലേക്കും ഈ ഒരു ഔട്ട്ലുക്ക് ആയിരിക്കും വരിക. ഇതിൻ്റെ ബ്ലൗസ് പീസ് ഞാൻ വെയർ ചെയ്തിരിക്കുന്ന പോലെ കോൺട്രാസ്റ്റ് ഒന്നുമല്ല. ഈ ഒരു സെയിം ഫാബ്രിക്കിൽ സെയിം കളറിലേക്കാണ് ബ്ലൗസ് പീസ് വരിക. സ്ലീവ് എൻഡിലും ഈ ഒരു കട്ട് വർക്കൊക്കെ വരും. നിങ്ങളുടെ ഐഡിയാസിന് അനുസരിച്ച് ബ്ലൗസൊക്കെ സ്റ്റിച്ച് ചെയ്ത് വേറെ ഏതാ അടിപൊളിയായിട്ടുള്ള ഐറ്റം 2,595 ആണ്
റേറ്റ് വരുന്നത്. അടുത്ത ഷെയ്ഡ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ഒരു മസ്റ്റാർഡ് ടച്ച് കൂടെ വരുന്നത് കേട്ടോ. നല്ല നല്ല കളേഴ്സിലേക്കാണ് വരുന്നത്. സെയിം പാറ്റേൺ തന്നെയാണ് ഇതിൽ വന്നിരിക്കുന്നത്. കളറാണ് ഡിഫറെൻ്റ് ആയിട്ട് വരുന്നത്. കുഞ്ഞു ഫ്ലോറൽ എംബ്രോയ്ഡറി വർക്ക്, ബോർഡേഴ്സിലേക്ക് ഇതുപോലെ ക്രോസ് സ്റ്റിച്ച് എംബ്രോയ്ഡറി വർക്കും അതിനോടൊപ്പം തന്നെ കട്ട് വർക്കും വരുന്നുണ്ട്. 2595 ആണ് റേറ്റ് വരുന്നത്. നെക്സ്റ്റ് ഷെയ്ഡ് ഗ്രീൻ ആണ്. ഗ്രീൻ തന്നെ ഒരു പീക്കോക്ക് ഗ്രീൻ ഷെയ്ഡിലേക്കാട്ടോ വന്നിരിക്കുന്നത്. കളേഴ്സിന് മാത്രമാണ് ഡിഫറൻസ് വരുന്നത്. നന്നായിട്ട് ഒതുങ്ങിയിരിക്കും കേട്ടോ. അതുപോലെ തന്നെ എനിക്ക് വന്ന് ഈ ഒരു വെഡ്ഡിംഗ് ഒക്കെ വരുമ്പോഴത്തേനും ഒന്നെങ്കിൽ ആ ഒരു വെഡ്ഡിങ്ങിലെ ഗ്രൂമിൻ്റെ സിസ്റ്റർ അല്ലെങ്കിൽ കസിൻസ് അവരൊക്കെയാണ് ഏറ്റവും കൂടുതൽ സ്റ്റൈലിഷ് ആക്കുന്നത്, അല്ലെങ്കിൽ സ്റ്റൈൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ അതുപോലെ ബ്രൈഡിൻ്റെ സിസ്റ്റേഴ്സൊക്കെ. അപ്പോൾ അവർക്കൊക്കെ വെയർ ചെയ്യാനാണെങ്കിലും പറ്റിയ അടിപൊളിയായിട്ടുള്ള ഐറ്റം, സ്ലീവ്ലെസ് ആയിട്ടാണെങ്കിലും സ്ലീവിൽ നിങ്ങളുടേതായിട്ടുള്ള അടിപൊളി നെക്കും അതുപോലെ ഐഡിയാസൊക്കെ വെച്ച് സ്റ്റിച്ച് ചെയ്ത അടിപൊളിയായിട്ടുള്ളൊരു പാർട്ടി വെയർ സാരിയാണ്. 2595 റേറ്റിലേക്ക് വരും. ഇതിലെ കളേഴ്സ് ആണെങ്കിലും നല്ല സൂപ്പറായിട്ടുള്ള കളേഴ്സിലേക്കാണ് വരുന്നത്. ഒരു ഒനിയൻ പിങ്കിൻ്റെ ഒക്കെ ഷെയ്ഡിലേക്കാണ് വന്നിരിക്കുന്നത്. പാറ്റേൺ സെയിം ആട്ടോ, കളേഴ്സാണ് ഡിഫറെൻ്റ് ആയിട്ട് വരുന്നത്. നന്നായിട്ട് ഒതുങ്ങിയിരിക്കുന്നൊരു സാരിയാണ്. നല്ല ആ ഒരു ക്രഷ്ഡ് ഫാബ്രിക് എന്ന ഷോഗൻസി ആണെങ്കിൽ പോലും നന്നായിട്ട് ഒതുങ്ങിയിരിക്കുന്ന പാറ്റേണിലേക്കാണ് വരുന്നത്. വൈനാണ് നെക്സ്റ്റ് ഷെയ്ഡ് വന്നിരിക്കുന്നത്. ഇതിലൊക്കെ ആ ഒരു കട്ട് വർക്കും ക്രോസ് സ്റ്റിച്ച് എംബ്രോയ്ഡറി വർക്കും വരുന്നുണ്ട്. അടുത്തത് ഒരു പിങ്കിൻ്റെ ഷെയ്ഡിലേക്കാണ് വരുന്നത്. പാറ്റേൺ സെയിം ആയിട്ടാട്ടോ വരുന്നത്. നല്ല ഇപ്രാവശ്യം കളർ ഓപ്ഷൻസും ഒത്തിരി അധികം വന്നിട്ടുണ്ട്, പാറ്റേണും വരുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം അത്രയേറെ എൻക്വയറി ആയിരുന്നു. എനിക്കൊന്ന് നമ്മളൊരു വീഡിയോ ഇട്ട് എനിക്കൊന്ന് നമ്മുടെ എന്താ പറയുക വീഡിയോ ഇട്ട് വിത്തിൻ അവേഴ്സ് സോൾഡ് ഔട്ട് ആയിട്ടുള്ളൊരു പ്രോഡക്റ്റാണ്. അതുപോലെ പേസ്റ്റ് ഷെയ്ഡും വരുന്നുണ്ട്. ഡാർക്ക് ചാർട്ടിലും വന്നിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി, സോഫ്റ്റ് ആയിട്ടുള്ള സാരിയാണ് ഔട്ട്ലുക്ക് വരുന്നത്. ഇതുപോലെ 2595 റേറ്റിലേക്കാണ് വന്നിരിക്കുന്നത്. അടുത്തൊരു ലാവൻഡർ ടച്ചിലേക്കൊക്കെയാണ് വന്നിരിക്കുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളേഴ്സ്. ഇപ്പോൾ ഇത്രയും കളേഴ്സാണ് ഈ ഒരു പാറ്റേണിലേക്ക് വരുന്നത്. അടുത്തത് മറ്റൊരു പാറ്റേൺ ആട്ടോ വരുന്നത്. എനിക്ക് തോന്നുന്നു ഞാൻ വെയർ ചെയ്തിരിക്കുന്ന ആ ഒരു പാറ്റേൺ ആണെന്ന് തോന്നുന്നു. ചെറിയ ചെറിയ ഡിഫറൻസ് ആട്ടോ വരുന്നത്. ഇതും സെയിം ആ ഒരു ക്രഷ്ഡ് ഓർഗൻസ ഫാബ്രിക്കിലേക്കാണ് വരിക. ഇതിലും മൾട്ടി കളറിൽ ഇതുപോലെ എംബ്രോയ്ഡറി വർക്ക്, അതുപോലെ തന്നെ കട്ട് വർക്കും ബോർഡേഴ്സിലും പല്ലു പോർഷൻ വരും. ഇതിൻ്റെ ബോഡി പോർഷനിൽ ടോൺ ടു ടോൺ ഷെയ്ഡിൽ തന്നെയാണ് കേട്ടോ എംബ്രോയ്ഡറി വർക്ക് വരുന്നത്. കുഞ്ഞു കുഞ്ഞു ഫ്ലോറൽ എംബ്രോയ്ഡറി വർക്ക് വരും. സെയിം പ്രൈസ് തന്നെയാണ് 2595 റേറ്റിലേക്ക് വരും. രണ്ടും തമ്മിൽ ചെറിയ ഡിഫറൻസ് ആണ്. കുറച്ച് ഇതിൻ്റെ കുറച്ചുകൂടെ ഡാർക്ക് ഒരു പീച്ച് ടച്ചൂടെ വരുന്നതാണ് നമ്മൾ ആദ്യം കണ്ടത്. ഇതൊരു പിങ്ക് ടോണിലേക്ക് വരും. പാറ്റേൺ സെയിം ആണ്. 2595 റേറ്റിലേക്ക് വരുന്നു. അടുത്ത ഗ്രീനൊക്കെ ആയിട്ട് ഷെയ്ഡ് വരുന്നത്. അടിപൊളിയായിട്ടുള്ള സാരിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചെയ്ത ഐറ്റംസ് എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് കസ്റ്റമേഴ്സിനൊക്കെ കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ കിട്ടിയ കസ്റ്റമേഴ്സ് നിങ്ങളുടെ റിവ്യൂസൊക്കെ ഒന്ന് ഫീഡ്ബാക്ക് വന്ന് കമൻ്റ് ആയിട്ട് ചെയ്യുക. അതുപോലെ ഇത് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഫോട്ടോസൊക്കെ അയച്ചു തന്നിട്ടാണ്. കാരണം അത്രയ്ക്ക് സൂപ്പറായിട്ടുള്ളൊരു സാരിയാണ്. 2595 റേറ്റിലേക്ക് വരും. ഈ ഒരു ഷെയ്ഡ് എന്ന് പറയുമ്പോഴത്തേനും ഒരു ഗ്രേപ്പ് ടച്ചിലേക്കാട്ടോ വന്നിരിക്കുന്നത്. ഔട്ട്ലുക്ക് വരുന്നത് പോലെ 2595 റേറ്റ്. ഞാൻ ഫുൾ ഓപ്പൺ ചെയ്യാത്ത തന്നെ ഞാൻ വേറെ ചെയ്തിരിക്കുന്ന ആ ഒരു സാരിയുടെ പാറ്റേൺ തന്നെയാണ്. കുഞ്ഞു കുഞ്ഞ് ആ ഒരു വർക്കിലോ കട്ട് വർക്കിലോ ഒക്കെ ചെറിയ ഡിഫറൻസോട് കൂടിയിട്ട് വരുന്നു. പിന്നെ കളേഴ്സും ഡിഫറെൻ്റ് ആയിരിക്കും. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫങ്ഷൻ വെയർ സാരി. ഇതിപ്പോൾ ഞാൻ വേറെ ചെയ്തിരുന്ന സാരിയുടെ സെയിം കളറിലേക്ക് തന്നെയാണ് വന്നിരിക്കുന്നത്. ആ ഒരു പാറ്റേൺ വന്നിരിക്കുന്നത് എംബ്രോയ്ഡറി വർക്ക്. ഇതിലേക്ക് ലാവൻഡറും മസ്റ്റാൻഡിലേക്ക് ഒരു കോമ്പിനേഷനിലാണ് വർക്ക് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് എന്ന് പറഞ്ഞൊരു ബ്ലൂവിൻ്റെ ഷെയ്ഡാണ്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട കളറൊക്കെ സെലക്ട് ചെയ്യുക. ഒരു പാറ്റേണിൽ ഇല്ലാത്ത കളേഴ്സ് എനിക്കൊന്ന് സെക്കൻഡ് പാറ്റേണിലേക്കൊക്കെ വരുന്നുണ്ട്. അതുപോലെ നല്ല നല്ല കളർ ചെറിയൊരു വൈൻ ഷെയ്ഡൊക്കെ കാണാൻ അടിപൊളിയായിട്ട്. ഇതൊക്കെ എന്ന് വെച്ചാൽ വേറെ ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും ഒരു ഫംഗ്ഷൻ നമ്മളായിരിക്കും സെൻറ്റർ ഓഫ് അട്രാക്ഷൻ. എനിക്ക് തോന്നുന്നത് സെമി ജൂട്ട് സിൽക്ക് സാരീസ് നമ്മൾ ചെയ്തപ്പം നിങ്ങൾ കസ്റ്റമേഴ്സ് തന്ന ആ ഒരു റെസ്പോൺസ് പോലെ തന്നെയായിരുന്നു ഈ ഒരു സാരീസിനും. അതുകൊണ്ട് തന്നെ നമുക്ക് ബൾക്കായിട്ട് പ്രസ് റീസ്റ്റോക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പം ഇതിപ്പം എനിക്ക് ആദ്യം തന്നല്ലാട്ടോ, ഇതാണ് ഞാൻ വെയർ ചെയ്തിരിക്കുന്ന സാരി. ആ ഒരു വർക്കിൽ ചെറിയ ഇതിൻ്റെ എംബ്രോയ്ഡറി വർക്കിലാട്ടോ ഡിഫറൻസ് വന്നിരിക്കുന്നത്. ഒരു പാറ്റേൺ സെയിം ആയിട്ടാണ് വരുന്നത്. ഇനി ഇതിൻ്റെ കളേഴ്സാണ് ഡിഫറെൻ്റ് ആയിട്ട് വരുന്നത്. ഇതും ആ ഒരു മസ്റ്റാർഡിലേക്ക് കുറച്ചുകൂടെ ഗോൾഡൻ ടച്ച് വരുന്നതാണ്. ഇതിൻ്റെ കളേഴ്സാണ് വരുന്നത്. ഇതിലെല്ലാത്തിലും ആ ഒരു കട്ട് വർക്കും വരുന്നുണ്ട്. അതുപോലെ തന്നെ എംബ്രോയ്ഡറി വർക്ക് വരും. ഇതിൻ്റെ എല്ലാം ബ്ലൗസ് പീസ് പ്ലെയിൻ വന്നിട്ട് നമ്മുടെ സ്ലീവ് എൻഡിലേക്ക് എംബ്രോയ്ഡറി വർക്കും കട്ട് വർക്കും ആയിട്ടാണ് വന്നിരിക്കുന്നത്. 2595 റേറ്റിലേക്ക് വരുന്നത്. ഈ ഒരു ഗ്രീനൊക്കെ അടിപൊളിയായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിൽ എന്തായാലും ഞാനും ഒരെണ്ണം സെലക്ട് ചെയ്തിട്ടുണ്ട്. അത് തന്നെയാണ് ഞാൻ വെയർ ചെയ്തിരിക്കുന്നു. സൂപ്പറായിട്ടുള്ള കളക്ഷൻസാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് ഇടുക. നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു എന്താ പറയുക യെല്ലോടെ ഒക്കെ ഷെയ്ഡിലേക്ക് തന്നെയാണ് ചെറിയ ഗോൾഡൻ ടച്ചൂടെ വരുന്നത്. ചെറിയ ചെറിയ ചേഞ്ചസ് ആട്ടോ കളേഴ്സിലൊക്കെ വരുന്നത്. ഇതിലും ക്രോസ് സ്റ്റിച്ച് എംബ്രോയ്ഡറി വർക്ക് കൂടെ വരുന്നുണ്ട്. സ്കാലപ്പ് വർക്കും കട്ട് വർക്കും ഒക്കെ വരുന്ന പാറ്റേണിലേക്കാണ് വന്നിരിക്കുന്നത്. വീണ്ടും ആ ഒരു പിങ്കിൻ്റെ ഷെയ്ഡ് വരുന്നുണ്ട്. പിങ്ക് ഷെയ്ഡ് എല്ലാം നല്ല ബ്യൂട്ടിഫുൾ കളർ ചാർട്ടാട്ടോ. എംബ്രോയ്ഡറി വർക്ക് വരുന്ന മോഡൽസ് തന്നെയാണ്. ലാസ്റ്റ് വൺ വന്നിരിക്കുന്നത് ഒരു ബ്ലൂവിൻ്റെ ഷെയ്ഡിലേക്കാണ്. ചെറിയ ഗ്രേ ടച്ച് എന്നൊരു ബ്ലൂ ഷെയ്ഡ്. ഇതൊക്കെ റെയർ ആയിട്ടുള്ളൊരു കളറുമാണ്.
അപ്പോൾ ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക. വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പർച്ചേസ് ചെയ്യുക. താങ്ക്